ദ ആർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ജീവിത വിജയത്തിനായി നന്ദിയുള്ള ഒരു ഹൃദയം. നമസ്കാരം, എല്ലാവർക്കും ജെ ടോക്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ തിരക്കേറിയ ഒരു നഗരത്തിൽ ഏദൻ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. അവൻ എപ്പോഴും ഒരു വലിയ വീട്, നല്ല മികച്ച ജോലി, കൂടുതൽ ആഡംബര ജീവിതം എന്നീ ലക്ഷ്യങ്ങൾക്കായി നിരന്തരം പരിശ്രമിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. പ്രസന്റ് സിറ്റുവേഷനിൽ തനിക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം തീർത്തും അവഗണന കാട്ടിയിരുന്നു. ഒരു ദിവസം ഏദൻ രോഗിയായി. കട്ടിലിൽ ഒതുങ്ങിക്കിടന്ന അദ്ദേഹത്തിന് തന്റെ പതിവ് ജോലികൾ തുടരാൻ സാധിച്ചില്ല. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. അപ്പോഴാണ് ഏദൻ തന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. തന്നെ സഹായിച്ച വ്യക്തികളെക്കുറിച്ചും തനിക്ക് ലഭിച്ച അവസരങ്ങളെക്കുറിച്ചും ചെറിയ ചെറിയ തന്റെ ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു. അപ്പോഴാണ് നന്ദിയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഏദൻ തിരിച്ചറിഞ്ഞത്. തന്റെ മുഖത്ത് പതിക്കുന്ന സൂര്യന്റെ ചൂട്, അമ്മയുടെ ഭക്ഷണത്തിന്റെ രുചി, എന്തിനേറെ തന്റെ കസേരയിൽ ഇരിക്കുന്നതിന്റെ സുഖം, അതിലുമേറെ ഒന്ന് പുറത്തിറങ്ങി വെറുതെ നടക്കുന്നതിന്റെ സുഖം, ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവൻ നന്ദിയോടെ അനുസ്മരിക്കാൻ തുടങ്ങി. ഇക്കാര്യങ്ങളെല്ലാം നിരാശാജനകമാണെന്ന് പണ്ട് അദ്ദേഹം ചിന്തിച്ചിരുന്നു. ഏദന്റെ ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ പുതിയ വീക്ഷണത്തോടെ പഴയ ജീവിതത്തിലേക്ക് അയാൾ മടങ്ങി. അയാൾ കഠിനാധ്വാനം ചെയ്യുകയും തന്റെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി, എന്നാൽ എല്ലാറ്റിനും നന്ദിയുള്ളവനായിരിക്കാൻ അവൻ ബോധപൂർവം ശ്രമിക്കുകയും ചെയ്തു. പോസിറ്റീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ തന്റെ ജീവിതം കൂടുതൽ സന്തുഷ്ടവും വിജയകരവുമാകുന്നുവെന്ന് ഏദൻ കണ്ടെത്തി. ഏദന്റെ കഥ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ശക്തമായ ഒരു ശക്തിയാണ്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുകയും ചെയ്യുന്നു. അതിനാൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അടുത്ത തവണ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാരമോ സമ്മർദ്ദമോ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു നിമിഷം ചെലവഴിക്കുക. ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം തന്നെ എത്രത്തോളം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് ഓർത്ത് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഫോളോയും ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും നന്ദിയുള്ള ഒരു ഹൃദയം നേരുന്നു. നന്ദി. വീണ്ടും കാണാം.